ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. MRT വ്ളോഗ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെയ്തത് ഞങ്ങൾ ലേ ലഡാക്ക് പോകുന്നതിന്റെ ഒരു എപ്പിസോഡ് 1 ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരുപാട് ആൾക്കാർ ചോദിച്ചു, നിങ്ങൾ പോയപ്പോൾ എന്തൊക്കെ ഐറ്റംസ് ആണ് കൊണ്ടുപോയത്, എന്തൊക്കെയാണ് നിങ്ങൾക്ക് കരുതേണ്ടത് എന്നുള്ളതൊക്കെ ഒരുപാട് പേര് ചോദിച്ചായിരുന്നു. ഞാൻ പോയ സമയത്ത് ഞാൻ യൂട്യൂബിൽ കുറെ സെർച്ച് ചെയ്ത് നോക്കി എന്തൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐറ്റംസ് ആയിരിക്കും കൊണ്ടുപോകേണ്ടത് എന്നുള്ളത്. എനിക്കങ്ങനെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ഒന്നും കിട്ടിയില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആകാൻ വേണ്ടിയാണ്. എന്തൊക്കെയാണെന്നുള്ളതേ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഐറ്റംസ് ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഞാൻ ഓരോന്നായിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം നമ്മൾ പോകുമ്പോൾ കൊണ്ടുപോകേണ്ടത് ബാഗാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം ബാഗ്. ഇത് റൂപ്പ് സാക്ക് എന്ന് പറഞ്ഞ ഒരു മെറ്റീരിയലാണ്. ഇത് ഞങ്ങൾ ഫ്ലിപ്കാർട്ടിലൂടെയാണ് വാങ്ങിയത്. ഏകദേശം 1000 രൂപയ്ക്ക് താഴെയാണ് ഇതിന്റെ വില വരുന്നത്. ഇത് 90 ലിറ്റർ കപ്പാസിറ്റി ഉള്ള ഒരു ബാഗാണ്. ഇതിൽ ഒരുപാട് സിബുകളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ നമുക്ക് ഇതിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. വലിയ ട്രോളി ബാഗ് നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തുറന്ന സാധനങ്ങൾ നമുക്ക് അത്യാവശ്യമുള്ള സംഭവങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനത്തെ ബാഗ് കൊണ്ടുപോകണമെങ്കിൽ കുറച്ചും കൂടി യൂസ്ഫുൾ ആയിരിക്കും. ഞങ്ങൾ പിന്നെ ഫ്ലൈറ്റിനാണ് പോയത്, ഞങ്ങൾ റൈഡിങ് അല്ല പോയത്. അപ്പോൾ ഇങ്ങനത്തെ ബാഗ് കരുതുന്നത് നല്ലതായിരിക്കും. പിന്നെ നമ്മൾ ഡ്രസ് ഐറ്റംസിലേക്ക് വരുന്നതാണെന്നുണ്ടെങ്കിൽ കൊണ്ടുപോകേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവങ്ങളിൽ വരുന്നത് നമ്മുടെ ജീൻസ് ആണ്. ജീൻസ് ഇപ്പൊ നമ്മളൊരു 10 ദിവസത്തേക്കൊക്കെ ട്രിപ്പിന് പോകാന്നുണ്ടെങ്കിൽ നമ്മളൊരു 3 ജീൻസ് എടുത്താൽ മതി. നമുക്ക് ഒരു ജീൻസ് തന്നെ നമുക്കൊരു 3-4 ദിവസമൊക്കെ നമുക്ക് ഇടാൻ പറ്റും. അവിടെ എന്താ പറയാ, വിയർപ്പ് വരില്ല. നമ്മൾ നല്ല തണുപ്പായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അങ്ങനെ മുഷിഞ്ഞൊന്നും പോകില്ല ഡ്രസ്സ്. പിന്നെ വെയിറ്റ് കുറക്കാൻ വേണ്ടി ഞങ്ങൾ യൂസ് ചെയ്തത് ബനിയാനാണ്. അതായത് ടീഷർട്ടാണ് ഞങ്ങൾ കൂടുതൽ യൂസ് ചെയ്തത്. ഷർട്ടുകൾ വളരെ ചുരുക്കി യൂസ് ചെയ്തിട്ടുള്ളൂ. ഒരു ടീഷർട്ടൊക്കെ നമുക്ക് രണ്ട് ദിവസമൊക്കെ എന്തായാലും ഇടാം. പിന്നെ നമ്മൾ വരുന്നതാണെങ്കിൽ നമ്മൾ നൈറ്റ് ഡ്രസ്സ്. അപ്പോൾ രാത്രി നമ്മൾ കിടക്കാൻ നേരത്ത് ഇടേണ്ട ഡ്രസ്സ് നിങ്ങൾ കരുതുക. നിങ്ങളുടെ ലോവർ ഇവിടെ കാണാം, അപ്പർ ഇവിടെ കാണാം. രാത്രി കിടക്കാനുള്ള ഡ്രസ്സ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ തെർമൽസ് ആണ്. ഇപ്പോൾ വളരെ തണുപ്പുള്ള സ്ഥലത്തേക്കൊക്കെയാണ് നമ്മൾ പോകുകയെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കർദുങ്കല അങ്ങനത്തെ സ്ഥലത്തൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തെർമൽ ഉള്ളിലിടുന്നത് വളരെ നല്ലതായിരിക്കും. തെർമലിന്റെ ലോവറും അപ്പുറമാണിത്. പിന്നെ അടുത്തതിലേക്ക് പോകാന്നുണ്ടെങ്കിൽ നമ്മുടെ വിന്റർ ജാക്കറ്റ് ആണ്. വിന്റർ ജാക്കറ്റ് തണുപ്പത്തിടാൻ നല്ലതാണ്. ഇതുപോലെ തന്നെ വിന്റർ ജാക്കറ്റിന്റെ പോലെ തന്നെ വരുന്നതാണ് ഇതെന്ന് പറയുന്നത് കോട്ടൺ ജാക്കറ്റ് ആണ്. ഇതും നമുക്ക് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ രാത്രി കിടക്കുമ്പോഴൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇത് വലിയ വെയിറ്റ് ഒന്നുമില്ല, കാണുമ്പോൾ അങ്ങനെ വെയിറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഇത് വൂളനാണ്. ഇതിന്റെ പേര് എന്ന് പറയുന്നത് സ്റ്റോൾ എന്നാണ്. വളരെ വെയിറ്റ് ലെസ് ആണ്. നിങ്ങൾക്ക് ബാഗിൽ സുഖമായിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്ന സംഭവമാണ്. പിന്നെ നമ്മുടെ സാധാരണ സോക്സ് നിങ്ങൾക്ക് കാണാം. പിന്നെ നമ്മൾ വരുമ്പോൾ തെർമൽ സോക്സ്. ഇതും അത്യാവശ്യം നല്ല നീട്ടമുള്ളൊരു സോക്സ് ആണ്. നമുക്ക് രാത്രി കിടക്കുമ്പോൾ യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ വിന്റർ ഐറ്റംസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് ഗ്ലൗസ്, പിന്നെ മങ്കി ക്യാപ്പ് ഉണ്ട്. ഇത് നമുക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്നില്ല. നമ്മൾ അവിടെ ചെന്നിട്ട് ലേയിൽ നമുക്ക് മേടിക്കാൻ കിട്ടും. വളരെ ചീപ്പ് റേറ്റ് ആണ്. ഏകദേശം ഈ ഗ്ലൗസിന് 100 രൂപയാണ് ഞങ്ങൾ കൊടുത്തത്. ഇതിനും ഏകദേശം 13 രൂപയൊക്കെ തന്നെ ഉള്ളൂ. ചീപ്പ് റേറ്റിൽ നമുക്ക് അവിടെ തന്നെ മേടിക്കാൻ പറ്റും. പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടവലാണ്. ഇത് ക്വിക്ക് ഡ്രൈ ടവലാണ്. പെട്ടെന്ന് നമുക്ക് ഉണങ്ങി കിട്ടും. ഇത് 100 രൂപ വിലയുള്ളൂ ഇതിന്. ഇത് ഡെക്കാത്തലോന്നാണ് മേടിച്ചത്. ഇതിന്റെ തന്നെ വലിയ സൈസ് മേടിക്കാൻ കിട്ടും. വലിയ സൈസ് മേടിക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോർത്തായിട്ട് യൂസ് ചെയ്യാം. പെട്ടെന്ന് ഉണങ്ങും. അതാണ് ഇതിന്റെ യൂസ്ഫുള്ള്. പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാപ്പ് നമ്മൾ മസ്റ്റായിട്ട് കൊണ്ടുപോകണം. നല്ല വെയിലായിരിക്കും. അവിടെ തണുപ്പാണെങ്കിലും നല്ല വെയിലായിരിക്കും. അപ്പോൾ ക്യാപ്പ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സൺലൈറ്റ് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ വരുന്ന ഒരു സംഭവമാണ് സൺഗ്ലാസും നിങ്ങൾ യൂസ് ചെയ്യുക. ഇത് സിമ്പിളായിട്ട് മേടിക്കാൻ പറ്റുന്ന ഒരു വില കുറഞ്ഞ സൺഗ്ലാസ് ആണ്. ഫാസ്റ്റ് ട്രാക്കിന്റെ ആണ്. പിന്നെ പോളറൈസ്ഡ് ആയിട്ടുള്ള സൺഗ്ലാസ് ഒക്കെ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ വളരെ ഇതായിരിക്കും. കാരണം നല്ല ഗ്ലെയർ അടിക്കാനുള്ള സാധ്യതയുണ്ട്.
പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിന്റർ ഗ്ലൗസ് ഉണ്ട് ഇവിടെ. വിന്റർ ഗ്ലൗസ് ഞങ്ങൾക്ക് യൂസ്ഫുൾ ആയില്ല, ഞങ്ങൾക്ക് ഇതിന്റെ ആവശ്യം വന്നില്ല. വിന്റർ ഗ്ലൗസ് എടുക്കണം നല്ലതായിരിക്കും. പിന്നെ നമ്മൾ റൈഡിങ് ഗിയേഴ്സിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം, അതായത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് നമ്മുടെ റൈഡിങ് ജാക്കറ്റ് ആണ്. നിങ്ങൾക്കിവിടെ കാണാം, റൈഡിങ് ജാക്കറ്റ് കാണാം. ഇത് മോട്ടോവെയർ എന്ന് പറഞ്ഞ കമ്പനിയുടെ റൈഡിങ് ജാക്കറ്റ് ആണ്. ഇത് മെയ്ഡ് ഇൻ ഇന്ത്യയാണ്. ഇത് വില വരുന്നത് ഏകദേശം 4400 രൂപയാണ് ഇതിന്റെ വില വരുന്നത്. ഇത് അത്യാവശ്യം പ്രൊട്ടക്റ്റഡ് തരുന്ന ഒരു റൈഡിങ് ജാക്കറ്റ് ആണ്. ലെവൽ 2 പാഡിങ്ങോട് കൂടിയാണ് വരുന്നത്. പിന്നെ ഈ 4400 രൂപക്ക് ഇത് ഭയങ്കര വർത്താണ്. ഇതിന്റെ ബാക്കിൽ ഇവിടെ പാഡ് വരുന്നുണ്ട്, പിന്നെ എൽബോ പാഡ്, ഷോൾഡർ പാഡ്. പിന്നെ ഇതിന്റെ പ്രത്യേകം കൂടെ എന്ന് വെച്ചാൽ ഇതിന് ചെസ്റ്റ് പാഡും കൂടി വരുന്നുണ്ട്. അത് ഇതൊരു ഗുണമാണ്. അതാണ് ഇപ്പോൾ റൈഡിങ് ജാക്കറ്റ് വരുന്നത്. പിന്നെ ഉള്ളിൽ ഇതിന്റെ തെർമൽ വരുന്നുണ്ട്, പിന്നെ റെയിൽ ലൈനർ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെയാണ് റൈഡിങ് ജാക്കറ്റ് വരുന്നത്. പിന്നെ നമ്മൾ അടുത്തതിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ റൈഡിങ് ഗ്ലൗസ്. ഇത് പ്രോ ബൈക്കറിന്റെ സിമ്പിൾ ആയിട്ടുള്ള എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ഗ്ലൗസ് ആണ് പ്രോ ബൈക്കറിന്റെ. ഇതെന്ന് പറയുമ്പോൾ നമ്മൾ ലഡാക്കിലെ പോലത്തെ സംഭവം അവിടെയൊക്കെ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈ വെറ്റാകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ നനഞ്ഞ് പോകും കൈ. അപ്പൊ അങ്ങനെ നനയാന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ചെറിയ ഒരു കനം കുറഞ്ഞ അധികം കട്ടിയില്ലാത്ത ഗ്ലൗസ് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇങ്ങനത്തെ ഗ്ലൗസ് ഇട്ടിട്ട് നമ്മൾ ഇങ്ങനത്തെ റൈഡിങ് ഗ്ലൗസ് ഇട്ട് ഓടിക്കുമ്പോൾ നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങൾ വരില്ല. പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹെൽമെറ്റ് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇടുന്ന ബൽക്ലോവയാണിത്. അതാണ് ഇപ്പോൾ കാണുന്നത്, നമുക്കിവിടെ കാണാം. അത് വേണമെങ്കിൽ ഞാൻ ഇട്ട് കാണിച്ചു തരാം. ഏകദേശം കണ്ടില്ലേ, ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് നമ്മൾ ഇതിൽ ഹെൽമെറ്റ് വെക്കുകയാണെങ്കിൽ നമ്മൾ ഹെൽമെറ്റ് പെട്ടെന്ന് വേർത്ത് പോകില്ല. പിന്നെ മാസ്ക് സെപ്പറേറ്റ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഇതിട്ട് തന്നെ നമുക്ക് ഓടിക്കുകയും ചെയ്യാം. നല്ല അത്യാവശ്യം പൊടി ഒന്നും കയറില്ല. നല്ല യൂസ്ഫുൾ ആണ് ഇങ്ങനത്തെ സംഭവങ്ങൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇവിടെയും യൂസ് ചെയ്യാം, അവിടെയും യൂസ് ചെയ്യാം. റൈഡിങ്ങിലൊക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കരുതേണ്ട സംഭവമാണ് റെയിൻകോട്ട്. റെയിൻകോട്ട് നമ്മൾ കരുതുക. സെപ്പറേറ്റ് റെയിൻകോട്ട് എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇപ്പോൾ റെയിൻകോട്ട് ഞങ്ങൾ കൊണ്ടുപോയി, പക്ഷെ ഞങ്ങൾക്ക് യൂസ് ചെയ്യേണ്ടി വന്നില്ല. കാരണം അവിടുത്തെ ക്ലൈമറ്റ് നമുക്ക് ഒരിക്കലും പിടിക്കാൻ ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ പോയ സമയത്ത് അവിടെ മഴ പെയ്തില്ല. പക്ഷെ ഒരു സമയത്ത് എന്തോ പെയ്തു, പക്ഷെ ഞങ്ങൾ ആ ടൗണിൽ എന്തോ പെയ്തു. ഞങ്ങൾ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് റെയിൻകോട്ട് യൂസ് ചെയ്യേണ്ടി വന്നില്ല. എന്നാലും കനം കുറഞ്ഞ റെയിൻകോട്ട് എടുക്കണമായിരിക്കും ബെറ്റർ. ഇത് ഡെക്കാത്തലോൺ തന്നെ മേടിച്ചത്. വളരെ വെയിറ്റ് കുറവാണ്. പിന്നെ ഇങ്ങനത്തെ റെയിൻകോട്ടൊക്കെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഭയങ്കര വെയിറ്റ് ആയിരിക്കും. ഇത് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന സാധാരണ പോലത്തെ റെയിൻകോട്ടാണ്. കനം കുറഞ്ഞ റേറ്റ് കൊണ്ടുപോകണമെങ്കിൽ വളരെ നല്ലതായിരിക്കും. പിന്നെ നമ്മൾ കൊണ്ടുപോകേണ്ട സംഭവമാണ് ഹെൽമെറ്റ്. നമുക്ക് ഫ്ലൈറ്റിൽ കൊണ്ടുപോകുമ്പോൾ ഹെൽമെറ്റ് സിമ്പിളായിട്ട് കൈ പിടിച്ചുകൊണ്ട് പോകാം. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞങ്ങൾ കൈ പിടിച്ചുകൊണ്ട് തന്നെ പോയത്. നമ്മൾ ഓൾറെഡി ക്യാബിൻ ബാഗ് നമ്മൾ വിടും. പിന്നെ നമ്മൾ ഹാൻഡ് ബാഗിന്റെ ഒപ്പം തന്നെ നമുക്ക് ഹെൽമെറ്റ് നമുക്ക് ഫ്ലൈറ്റിൽ കയറുമ്പോൾ കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ പോകാൻ പറ്റും. ഹെൽമെറ്റാണ് അത്യാവശ്യം വെയിറ്റ് കുറഞ്ഞ സിമ്പിളായിട്ട് വാങ്ങാൻ പറ്റുന്ന ഒരു വില കുറഞ്ഞ ഹെൽമെറ്റാണ്. പിന്നെ റൈഡിങ് ഗിയേഴ്സിൽ വരുന്ന ഇതാണ്. പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റൈഡിങ് ഗിയേഴ്സിൽ അടുത്തതായിട്ട് വരുന്നത് ഷൂ ആണ്. നിങ്ങളിവിടെ കാണാം. അത്യാവശ്യം ആംഗിൾ ഉള്ള ഒരു ഷൂ യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. പിന്നെ നല്ല കണ്ടില്ലേ, നല്ല ഹാർഡായിട്ടുള്ള ടോയാണ്. നമ്മുടെ കല്ലിലൊക്കെ കാല് തട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഹാർഡ് ടോ ആയിട്ടുള്ള ഷൂ, ഇങ്ങനത്തെ ഷൂ യൂസ് ചെയ്യുന്നതായിരിക്കും. ഇതും ഞങ്ങൾ ഫ്ലിപ്കാർട്ടിൽ കൂടി തന്നെയാണ് വാങ്ങിയത്. ഇതിന്റെ വില എന്ന് പറയുന്നത് 800 റുപ്പീസിനടുത്തൊക്കെ വരും ഇതിന്റെ വില. പിന്നെ സേഫ്റ്റി ഗിയേഴ്സിൽ വരുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ എൽബോ പാഡും നീ പാഡും ആണ്. ഇപ്പോൾ നമ്മൾ ഇങ്ങനത്തെ റൈഡിങ് ജാക്കറ്റുകളാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എൽബോ പാഡിന്റെ ആവശ്യം വരുന്നില്ല. ജാക്കറ്റിൽ ഓൾറെഡി വരുന്നുണ്ട്. പിന്നെ നമുക്ക് വരുന്നതെന്ന് വെച്ചാൽ നീ പാഡാണ്. ഇപ്പോൾ ഓൺലൈനിൽ ഫ്ലിപ്കാർട്ടിലൊക്കെ ഒരുപാട് എൽബോ പാഡ് നീ പാഡൊക്കെ ഏകദേശം 700 രൂപ താഴെ 800 രൂപ താഴെയൊക്കെ കിട്ടും. അത് വാങ്ങുന്നത് വളരെ നല്ലതായിരിക്കും. ഞങ്ങളിത് വാങ്ങിയില്ല, ഞങ്ങൾ വാങ്ങാതെയാണ് പോയത്. ഞങ്ങൾ അവിടെ പാക്കേജിൽ ചെന്നിട്ട് അവിടെ നിന്ന് ഞങ്ങൾ ഹയർ ചെയ്യുകയാണ് ചെയ്തത്. അവിടെ നിന്ന് റെന്റിനെടുത്തപ്പോൾ ഏകദേശം എനിക്ക് 2 കൂടെ തരുള്ളൂ അവർ. നമ്മൾ നീ പാഡ് മാത്രം മതി എന്ന് പറഞ്ഞിട്ടും 2 കൂടി ആയിട്ട് തന്നത്. ഏകദേശം 700 രൂപ അവർ മേടിച്ചു. 700 രൂപ ഏകദേശം 6 ദിവസത്തെ റൈഡിനാണ് അവർ മേടിച്ചതെങ്കിലും നമുക്ക് ആ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാവുന്നതാണ്.
അപ്പോൾ തീർച്ചയായിട്ടും വാങ്ങിയിട്ട് പോകുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ നമ്മളിനി റൈഡിങ് ഗിയേഴ്സിൻ്റെ സംഭവങ്ങൾ കണ്ടു. പിന്നെ നമ്മൾ ലഗേജ് നമുക്ക് ടൈ ചെയ്യാനുള്ളൊരു റോപ്പാണ്, നിങ്ങളുടെ കാണാം, കണ്ടില്ലേ, നമുക്ക് ബാക്കിൽ വണ്ടിയിൽ വെച്ച് കെട്ടാൻ വേണ്ടിയുള്ള ഒരു റോപ്പാണ്. പിന്നെ നമ്മളതുപോലെ തന്നെ റൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കയ്യിൽ ഇവിടെ ആംഗിള് ട്വിസ്റ്റ് ആകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു സംഭവമാണിത്. അതുപോലെ തന്നെ നമുക്ക് കാലിലും ആംഗിളിൽ വെക്കാം. പിന്നെ നമ്മുടെ കാല് എങ്ങനെയാലും ഉളുങ്ങി അങ്ങനെ എന്തെങ്കിലും പറ്റിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പട്ടീസ് നമ്മൾ കയ്യിൽ കരുതുക. പിന്നെ നമ്മുടെ ഹെൽത്ത് കെയർ പ്രൊഡക്ട്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മെഡിസിൻസ് അത്യാവശ്യം നമുക്ക് കരുതേണ്ട മെഡിസിൻസ് ആയ തലവേദനക്കുള്ള മരുന്ന്, ജലദോഷം, ചുമ, ശരീരം വേദന, അങ്ങനത്തെ രോഗത്തിനൊക്കെ നമുക്ക് മെഡിസിൻസ് കരുതാം. ഇപ്പൊ കൂടുതലായിട്ട് അവിടെ വരുന്ന പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ തലവേദനയും ഛർദിലും ആണ് കൂടുതലായിട്ടും നമുക്ക് അവിടെ വരാവുന്ന പ്രശ്നങ്ങൾ. അപ്പൊ അതിനുള്ള മരുന്നുകൾ കരുതുക. പിന്നെ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലത്തെ ഹൈ ഓൾട്ടിറ്റ്യൂഡിലൊക്കെ പോകുമ്പോൾ ഡൈബോക്സി എന്ന് പറയുന്ന ടാബ്ലറ്റും നിങ്ങൾ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് പ്രിസ്ക്രിപ്ഷനായിട്ട് എഴുതി വാങ്ങി കഴിക്കുന്നതായിരിക്കും നല്ലത്. ഡയറക്റ്റ് പോയി മേടിക്കാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനത്തെ ടാബ്ലറ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ORS പോലത്തെ ഇങ്ങനത്തെ സാധനങ്ങൾ, ഇത് നമുക്ക് എന്താ പറയുക, വയറിളക്കം, ഛർദില് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്നതാണെങ്കിൽ ഇത് നമ്മൾ കരുതുക. പിന്നെ സ്വാഭാവികമായിട്ട് നമ്മൾ കരുതേണ്ട സാധനമാണ് ഇത് ടൂത്ത് പേസ്റ്റ്, ടൂത്ത് ബ്രഷ്, അത് കരുതുക. അപ്പോൾ പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഹെൽത്തിൻ്റെ ഐറ്റംസ് ഞാൻ കാണിച്ചു. ഇനി കോസ്മെറ്റിക് ഐറ്റംസ് ആണ്. അതായത് ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം നമ്മുടെ ലിപ് ബാം, കണ്ടില്ലേ? നമ്മൾ ലിപ് ബാം യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. കാരണം നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല തണുപ്പാണ്, ചുണ്ടൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര നീറ്റലായിരിക്കും. അപ്പോൾ നമ്മളവിടെ എത്തുന്നതിന് മുമ്പേ യൂസ് ചെയ്ത് തുടങ്ങുക ലിപ് ബാം. പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കാണാം സൺസ്ക്രീനാണ്. സൺസ്ക്രീൻ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ SPF നിങ്ങൾ ശ്രദ്ധിക്കുക. 60 അല്ലെങ്കിൽ 60 മുകളിലോ SPF ഉള്ളത് നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ തണുപ്പാണെങ്കിലും നല്ല എന്താ പറയുക, നല്ല ഡയറക്റ്റ് UV റേസ് നമ്മുടെ ശരീരത്തിലേക്ക് വരികയാണ്. പെട്ടെന്ന് നമ്മൾ ടാൻ ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യുക. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോയ്സ്ചറൈസിങ് ക്രീമാണ്, നിങ്ങൾ കാണാം. മോയ്സ്ചറൈസിങ് ക്രീമും നമ്മൾ യൂസ് ചെയ്യുക. അവിടെ സ്കിന്ന് തണുപ്പായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഡ്രൈ ആവും. ഇവിടെ നിന്ന് ഇങ്ങനെ മുഖത്തു നിന്നൊക്കെ ഇങ്ങനെ പൊളിഞ്ഞു വരും. ഈ മൂക്കിൻ്റെ ഈ ഭാഗം അവിടെയൊക്കെ ഇങ്ങനെ മൊരി പോലെ വന്നിട്ട് പൊളിഞ്ഞു ഒക്കെ സംഭവങ്ങളൊക്കെ വരും. ഞങ്ങൾക്ക് വന്നിട്ടൊക്കെ കൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്. പിന്നെ ഇത് യൂസ് ചെയ്യുക. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ സോപ്പാണ്. ഇപ്പം നമ്മൾ സോപ്പ് നമ്മൾ കൊണ്ടുനടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുനടക്കാനും യൂസ് ചെയ്യാനും നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. സോപ്പ് യൂസ് ചെയ്ത് ശീലിച്ചവരാണെങ്കിൽ സോപ്പ് തന്നെ എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഐറ്റം എടുക്കാം. കണ്ടില്ലേ, ഇങ്ങനത്തെ ഐറ്റംസ് എടുക്കുകയാണെങ്കിൽ ലിക്വിഡ് സോപ്പാണ്. ഇപ്പോൾ ഈ സോപ്പിന് പകരം ഇങ്ങനത്തെ ഐറ്റംസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി യൂസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇങ്ങനത്തെ ഐറ്റംസ് എടുക്കാം. പിന്നെ വരുന്നത് സാനിറ്റൈസറാണ്. കണ്ടില്ലേ, സാനിറ്റൈസർ ഓൾറെഡി നമുക്കിപ്പോൾ യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളതുകൊണ്ട് സാനിറ്റൈസർ എടുക്കാം. പിന്നെ ഹാൻഡ് വാഷാണ്. ഹാൻഡ് വാഷ് നമുക്ക് എടുക്കാം. ഓയിൽ എടുക്കുക. ഓയിൽ നമ്മളിത് കൊണ്ടുപോകുമ്പോൾ അവിടെ എത്ര സമയത്ത് അത് കട്ടയായി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു ചെറിയൊരു ലൈറ്റർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ നമുക്ക് അവിടെ ഹീറ്റ് ചെയ്യാം. പിന്നെ ഈ ലൈറ്റർ നമ്മൾ ഫ്ലൈറ്റിൽ കൊണ്ടുപോകാനാണെങ്കിൽ ബുദ്ധിമുട്ടാവും. ഫ്ലൈറ്റിൽ നമുക്ക് ലൈറ്റർ കൊണ്ടുപോകാൻ പറ്റില്ല. നിങ്ങൾ അവിടെ ചെന്നിട്ട് മേടിച്ചാൽ മതി. ലൈറ്റർ അവിടെ നിന്ന് മേടിക്കുന്നതായിരിക്കും നല്ലത്. ഓയിൽ കട്ടയായി പോകും. അപ്പോൾ ലൈറ്റർ മേടിച്ച് നമുക്കത് ഹീറ്റ് ചെയ്തെടുക്കാം. പിന്നെ വോളിനിയാണ്, നമുക്ക് കാണാം. വോളിനി എടുക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പം ഞങ്ങളുടെ കാലൊക്കെ നല്ല വേദനയായിരുന്നു. നമുക്ക് നടന്നൊക്കെ വരുമ്പോൾ നല്ല വേദന വരും. അപ്പോൾ വോളിനി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ടിഷ്യൂസാണ്. ടിഷ്യൂ 2 തരത്തിലുണ്ട്. ഒന്ന് വെറ്റ് ടിഷ്യൂ ഉണ്ട്, ഒന്ന് സാധാ ടിഷ്യൂ ഉണ്ട്. വെറ്റ് ടിഷ്യൂ എടുക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ
നമ്മൾ ഇപ്പോൾ ഹൈ റേഞ്ചുകളിലേക്കൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം നമുക്ക് കിട്ടില്ല. അപ്പോൾ നമ്മൾ റൈഡിങ്ങിനൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് വെള്ളമൊന്നും കിട്ടില്ല. നമുക്ക് മുഖം കഴുകാനൊക്കെ ഭയങ്കര വെള്ളം കുടിക്കാൻ തന്നെ വളരെ കുറവാണ് അവിടെ. അപ്പോൾ ഇങ്ങനത്തെ വെറ്റ് ടിഷ്യൂസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പൊടിയൊക്കെ ഒന്ന് വൈപ്പ് ചെയ്ത് കളയണമെങ്കിൽ നമുക്ക് സുഖമായിരിക്കും. അപ്പോൾ സാധാ ടിഷ്യൂ വെറ്റ് ടിഷ്യൂ ഉണ്ട്. പിന്നെ ടോയ്ലറ്റ് പേപ്പേഴ്സ് ഉണ്ട്. ടോയ്ലറ്റ് പേപ്പർ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ എടുത്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ മറ്റേ ടിഷ്യൂ തന്നെ ഉപയോഗിക്കാം. ടോയ്ലറ്റ് പേപ്പർ എടുക്കണം നല്ലതായിരിക്കും. പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോണിക് ഐറ്റംസ് ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത് വെച്ചാൽ നമ്മൾ മൊബൈൽ യൂസ് ചെയ്യുന്നവരാണല്ലോ എല്ലാവരും. അപ്പോൾ പവർ ബാങ്ക് എടുക്കുക, പിന്നെ ചാർജർ എടുക്കുക. ഇപ്പോൾ ക്യാമറ ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ക്യാമറ, അതിൻ്റെ ഇലക്ട്രോണിക് ഐറ്റംസ് എന്തൊക്കെയാണ് കൊണ്ടുപോകേണ്ടത് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. പിന്നെ ഹെഡ്സെറ്റ് പോലത്തെ സംഭവങ്ങൾ, ഇതൊക്കെയാണ് ഇലക്ട്രോണിക് ഐറ്റംസിൽ വരുന്നത്. പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന സമയത്ത് ചങ്ങല പാസിലേക്ക് പോയ സമയത്ത് ഞങ്ങൾക്ക് ബ്ലോക്കൊക്കെ കിട്ടി. അപ്പം അങ്ങനെ ബ്ലോക്കൊക്കെ കിട്ടി കിടക്കുമ്പോൾ നമ്മുടെ ശരീരം വീക്കാവും, ശരിക്ക് നമ്മുടെ ബോഡി വീക്കാകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം വെള്ളമൊക്കെ കുടിക്കൽ നമുക്ക് കുറവാണ്, വെള്ളം നമുക്ക് പെട്ടെന്ന് തീർന്നു പോകും, നമ്മൾ ഭയങ്കര ദാഹമായിരിക്കും നമുക്ക്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഗ്ലൂക്കോസ് ഉണ്ടല്ലേ, ഗ്ലൂക്കോസ് നമ്മൾ കരുതുന്നത് നല്ലതാണ്. ഗ്ലൂക്കോസ് ഉണ്ടെങ്കിൽ വളരെ ഉപകാരമാണ്. ഇപ്പോൾ നന്നായിട്ട് ഡീഹൈഡ്രേറ്റ് ആവുന്ന സമയത്ത് ഗ്ലൂക്കോസ് ഒക്കെ വെറുതെ എടുത്ത് തിന്നെങ്കിലും ചെയ്യാം, നമുക്ക് വെള്ളത്തിൽ കലക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ എടുക്കുക. ഇതുപോലത്തെ ഒരു ചെറിയൊരു ഇതിൽ നമുക്ക് എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും നമുക്ക് മിക്സ് ആയിട്ട് മേടിക്കാൻ കിട്ടും. മിക്സ് ആയിട്ട് മേടിച്ചിട്ട് നമുക്ക് കൊണ്ടുപോകാവുന്നതാണ്, ചെറിയൊരു എടുത്താൽ മതി. പിന്നെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതൊന്നും നടന്നില്ല എന്നുണ്ടെങ്കിൽ കരുതാവുന്നതാണ് സ്റ്റിക്കേഴ്സാണ്. ഇപ്പോൾ ഇത് സ്റ്റിക്കേഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ ഓൾറെഡി ഡ്രൈ ഫ്രൂട്ട്സ് വരുന്നുണ്ട്. സ്റ്റിക്കേഴ്സ് മാത്രം എടുത്താൽ മതിയാവും. സ്റ്റിക്കേഴ്സും ഗ്ലൂക്കോസ് എടുക്കണം, ഗ്ലൂക്കോസ് എടുക്കാൻ മറക്കരുത്. കാരണം സ്റ്റിക്കേഴ്സിൻ്റെ കാര്യം പറയാൻ കാരണം എന്ന് വെച്ചാൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളുണ്ടായിരുന്ന പുള്ളിക്കാരന് ചെറുതായിട്ടൊക്കെ ഒരു തലകറക്കമൊക്കെ വന്നതാണ്. ആ സമയത്ത് ഈ ഗ്ലൂക്കോസും ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചിട്ടും ഒന്നും ആയില്ല. പിന്നെ ഈ സ്റ്റിക്കേഴ്സ് കഴിച്ചപ്പോഴാണ് പുള്ളിക്ക് ഒരു ഉന്മേഷമൊക്കെ വന്നത്. അപ്പോൾ സ്റ്റിക്കേഴ്സ് എടുക്കുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അവിടെ നമ്മുടെ കേരള സിമ്മുകൾ ഒന്നും വർക്കാകില്ല. പ്രീപെയ്ഡ് ആണ് ഞാൻ പറയുന്നത്. പോസ്റ്റ് പെയ്ഡ് സിമ്മുകൾ എല്ലാം വർക്കാവും. പക്ഷേ റേഞ്ച് ഉള്ളത് എയർടെല്ലിനും BSNL മാത്രമേ ഉള്ളൂ. ലേ ലഡാക്കിൽ ചെന്നാൽ എയർടെല്ലിനും BSNL പോസ്റ്റ് പെയ്ഡിന് റേഞ്ച് ഉണ്ടാവും. അപ്പം ഞങ്ങൾ പോയ സമയത്ത് കണ്ടില്ലേ, BSNLൻ്റെ ഒരു പോസ്റ്റ് പെയ്ഡ് സിം എടുത്തിട്ടാണ് ഞങ്ങൾ പോയത്. പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിലൊരാൾക്ക് എയർടെല്ലിൻ്റെ പോസ്റ്റ് പെയ്ഡ് സിമ്മും ഉണ്ടായിരുന്നു. അപ്പോൾ കോണ്ടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും നമുക്ക് ഔട്ട്സൈഡ് അല്ലെങ്കിൽ അവിടെ തന്നെ ആരെങ്കിലും വിളിക്കണമെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ പോസ്റ്റ് പെയ്ഡ് സിമ്മ് കരുതുക. കാരണം പോസ്റ്റ് പെയ്ഡ് സിമ്മ് മാത്രമേ അവിടെ വർക്കാവുള്ളൂ. അത് കേരളത്തിലെ പോസ്റ്റ് പെയ്ഡ് സിമ്മും വർക്കാവും, പ്രീപെയ്ഡ് ഒന്നും വർക്കാവില്ല. പിന്നെ നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ID കാർഡ്സ്, അതായത് ഇപ്പോൾ ആധാർ പോലത്തെ കാർഡുകൾ, പിന്നെ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ കരുതുക. പിന്നെ അവിടെ പോകുമ്പോൾ കരുതേണ്ടത് പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കരുതേണ്ടത് കാര്യം എന്ന് വെച്ചാൽ പൈസ, ക്യാഷ്. ഇതുപോലത്തെ കാർഡുകൾ, ഇപ്പോൾ കാർഡുകളൊക്കെ കണ്ടില്ലേ, ഇഷ്ടംപോലെ കാർഡുകളൊക്കെ ഉണ്ട് എൻ്റെ കയ്യിൽ. പക്ഷെ കാർഡുകളൊന്നും അവിടെ യൂസ്ഫുൾ അല്ല. ലിക്വിഡ് ക്യാഷ് എപ്പോഴും കയ്യിലുണ്ടാകണം. നമ്മൾ ഇവിടെ നിന്ന് ഫ്ലൈറ്റ് കയറുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ പോണ വഴിക്കോ തന്നെ അതിൻ്റെ ലിക്വിഡ് ക്യാഷ് നമ്മൾ എടുത്ത് വെക്കണത് വളരെ നന്നായിരിക്കും. ഇപ്പം ഈ പറഞ്ഞ ഐറ്റംസ് ഒക്കെ ഞാൻ സമ്മറിൽ പോകുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ വിൻ്ററിലാണ് പോകണമെങ്കിൽ ഇത്രയും പറ്റില്ല, ഇതിൽ കൂടുതൽ സംഭവങ്ങൾ നമ്മൾ എടുക്കേണ്ടി വരും. വിൻ്ററിൽ ഭയങ്കര തണുപ്പായിരിക്കും. ഇത് സമ്മറിൻ്റെ സമയത്ത് പോയപ്പോഴുള്ള ഐറ്റംസ്, ഞങ്ങൾ കൊണ്ടുപോയ ഐറ്റംസിൻ്റെ കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ഇത്തരം സംഭവങ്ങളൊക്കെയാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത്. പിന്നെ YHA പാക്കേജിലാണ് നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ കരുതേണ്ടത് ആകെ ഇത് മാത്രമേ ഉള്ളൂ എക്സ്ട്രാ. നിങ്ങൾ പിന്നെ YHA പോവുകയാണെന്നാണ് കരുതേണ്ടത്. അതായത് ഒരു മഗ്ഗും ഒരു പ്ലേറ്റും. കാരണം അവിടെ ഫുഡ് നമുക്ക് അവിടെ നിന്നാണ് തരുന്നത്. അപ്പോൾ ഫുഡ് കഴിക്കാനുള്ള ഒരു പ്ലേറ്റും ഒരു മഗ്ഗും, വെള്ളം കുടിക്കാനും ചായ കുടിക്കാനും സൂപ്പ് കുടിക്കാനൊക്കെ ആയിട്ട് ഒരു മഗ്ഗും കരുതുക. ഇതായിരിക്കും എക്സ്ട്രാ ആയിട്ട് YHA പാക്കേജിൽ നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ കരുതേണ്ട കാര്യം. പിന്നെ YHA പാക്കേജ് പോകുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൊണ്ടുപോകുന്ന എക്സ്ട്രാ ലഗേജ് നിങ്ങൾക്ക് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ഹാൻഡ് ബാഗായിട്ട് നിങ്ങൾ കൊണ്ടുപോകുന്ന എന്ത് ബാഗാണോ ആ ബാഗിൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ആ ബാഗ് കെട്ടിവെക്കാനുള്ള റോപ്പൊക്കെ ഞാൻ നിങ്ങൾ കാണിച്ചായിരുന്നു, അതൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ലേ ലഡാക്ക് ട്രിപ്പിൽ ഞങ്ങൾ കൊണ്ടുപോയ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ലേ ലഡാക്ക് പോവുകയാണെങ്കിൽ ഇതേ കണ്ടില്ലേ, ഈ ഐറ്റംസ് ഒക്കെയാണ് നിങ്ങൾ കൊണ്ടുപോകേണ്ടത്. ഒരു ബാഗിൽ കൊള്ളാവുന്ന ഐറ്റംസ് ഒക്കെ തന്നെയാണ് ഈ കാണുന്നത് മൊത്തം.
ഞങ്ങൾ ട്രിപ്പ് പോയൊക്കെ കൊണ്ടുപോയതൊക്കെയാണ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ വരുന്നവരെ ടിൽ ദെൻ ബൈ ബൈ. ഓടിക്കാൻ പറ്റും. അതെവിടെയാണോ? ഓക്കെ, റെഡി. എടുത്ത് കാണിക്കുമ്പോ ഒരു മിനിറ്റ് ഫോക്കസ് ആണുണ്ടോ? ഇല്ല, ഞാൻ ഫോക്കസ് ചെയ്യണം. ചെയ്യാം. അല്ലെങ്കിൽ 60 FPS ആണ്. SPF. ഒന്നും കൂടെ അതെ, പട്ടിയുടെ വച്ച് വെക്കോ? നിങ്ങളൊക്കെ ഉണ്ട് കട്ട്